അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർശിദാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വഅബ്ദിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ബഹുമാനരായ കേരള ജമിയത്തുൽ ഉലമയുടെയും KNM-ന്റെയും നേതാക്കളെ, ISM-ന്റെ ഭാരവാഹികളെ, നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ ബഹുജന സംഗമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ISM ഇന്ന് സംഘടിപ്പിക്കുന്ന ഈ ബഹുജന സംഗമത്തിൻ്റെ പ്രമേയമായി സ്വീകരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ കുറച്ചു സമയത്തിനുള്ളിൽ ആണെങ്കിലും വിലമതിക്കത്തക്ക രീതിയിൽ വിശദീകരിച്ചു കഴിഞ്ഞ ചില വശങ്ങളാണ്. ഒരു മതപ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന യുവജന സംഘടന എന്ന നിലയിൽ ISM ഇതുപോലുള്ള പ്രമേയങ്ങൾ ഇതിനു മുമ്പും എടുത്തുപിടിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ അല്ലെങ്കിൽ സഖ്യശക്തികളുടെ ഇറാഖിലെ അധിനിവേശത്തെ തുടർന്ന് ലോകമൊട്ടുക്ക് രൂപം കൊണ്ട യുദ്ധവിരുദ്ധ പ്രസ്ഥാനങ്ങളിൽ ISM അന്ന് കണ്ണിച്ചേർന്നിരുന്നു. ചെറുപ്പക്കാർ, പുരുഷന്മാർ മാത്രമല്ല, പിഞ്ചോമനകളെ മാറോട് ചേർത്ത മാതാക്കൾ, ഉമ്മമാർ വരെ പങ്കെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ 4 ഭാഗങ്ങളിലായി കുടുംബ റാലികൾ യുദ്ധത്തിനെതിരെ ISM സംഘടിപ്പിച്ചിരുന്നു. യുദ്ധവിരുദ്ധമായി സമാധാനത്തിനു വേണ്ടി ലോകമൊട്ടുക്ക് രൂപം കൊണ്ടിട്ടുള്ള സമാധാന പ്രസ്ഥാനങ്ങളോട്, മതസംഘടനകളോട്, സന്നദ്ധ സംഘടനകളോട്, കൊച്ചു കൊച്ചു സംഘങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പൊരുതുകയും പോരാടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്യുന്ന ജനകോടികളുടെ ഒപ്പം നിൽക്കാൻ ISM തീരുമാനിച്ചത്. അതൊരു മതപരമായ ആവശ്യവും മതപരമായ ദൗത്യവുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. ഇന്ന് നാം ജീവിക്കുന്ന ലോകത്ത് ചൂഷണത്തിൻ്റെ, അധിനിവേശം മുഖേനയുണ്ടാകുന്ന ചൂഷണത്തിൻ്റെ രീതികൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാല ലോകത്ത് ചൂഷണത്തിനും അധിനിവേശത്തിനും എതിരായ പ്രതിരോധത്തിന്റെ മാതൃകകളും കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് ISM വിനീതമായി അഭിപ്രായപ്പെടുന്നു. ചൂഷണമുണ്ട്, അധിനിവേശമുണ്ട്, ഇതൊരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനെതിരായി ചെറുത്തുനിൽപ്പിന്റെ ഉജ്ജ്വലമായ മാതൃകകൾ, ചെറുതും വലുതുമായ മാതൃകകൾ, പ്രതിരോധം മുതൽ ആത്മാഹുതി വരെ ചെന്നൊടുക്കി നിൽക്കുന്ന ഉജ്ജ്വലമായ പ്രതിരോധ നിരകൾ ലോകമൊട്ടുക്കുണ്ട്. അധിനിവേശത്തിന്റെ നുഴഞ്ഞുകയറ്റം മുമ്പ് സ്വീകരിച്ചിരുന്ന രീതികളല്ല ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്വീകരിക്കുന്ന രീതികളായിരിക്കില്ല നാളെ സ്വീകരിക്കുന്നത്. പക്ഷെ അധിനിവേശത്തിന്റെയും ചൂഷണത്തിന്റെയും ഇരകളാകുന്ന സാധാരണക്കാരായ ജനകോടികൾക്ക് ഇതേക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ല. ഈ ധാരണയില്ലായ്മയെപ്പോലും ഒരു ചൂഷണമാക്കി മാറ്റുകയാണ് ലോകത്തെ ചൂഷക വർഗങ്ങളും സംഘങ്ങളും രാഷ്ട്രങ്ങളുമൊക്കെ. അതിനാൽ ചൂഷണത്തിന്റെ രീതി മാറുന്നതിനനുസരിച്ച് പ്രതിരോധത്തിന്റെ മാതൃകയിലും പരിഷ്കരണം വേണം, മാറ്റം വേണം എന്ന വിനീതമായൊരു സന്ദേശം ഈ ബഹുജന സംഗമത്തിന്റെ മുന്നോടിയായി ISM രാജ്യത്തെ ജനങ്ങളുടെയും ആലോചിക്കുകയും ചിന്തിക്കുകയും അഭിപ്രായം രൂപീകരിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളുടെയും ഒക്കെ മുമ്പാകെ വെക്കുകയാണ്. ISM എന്ന ഈ യുവജന സംഘടന 1.5 വർഷം മുമ്പ് അതിന്റെ മുൻ മാതൃസംഘടനയാൽ പിരിച്ചുവിടപ്പെടുകയുണ്ടായി. അന്ന് അവര് ISM-നെ പിരിച്ചുവിടാൻ വേണ്ടി
കണ്ടെത്തിയിട്ടുള്ള കുറെ ന്യായങ്ങളാണ് ഇപ്പോഴും ISMന് പിൻബലവും ആവേശവുമായി തീരുന്നത്. ISM ഇന്ന കാര്യങ്ങൾ ചെയ്തില്ല, പ്രവർത്തിച്ചില്ല എന്നൊരു കുറ്റാരോപണം ഉണ്ടായിട്ടില്ല. പിന്നെ അവർ തുരുതുരാ പ്രവർത്തിച്ചു, തുരുതുരാ കാര്യങ്ങൾ ചെയ്തു. ചെയ്ത കാര്യങ്ങളുടെ പട്ടിക സഹതാപാർഹമായൊരു സാഹസം എന്നോണം മുജാഹിദുകളുടെയും മുസ്ലിങ്ങളുടെയും നാട്ടിലെ ജനങ്ങളുടെയും മുമ്പിൽ വെക്കുകയാണ് അവർ ചെയ്തത്. ആ കൂട്ടത്തിൽ മതപരമായോ ബുദ്ധിപരമായോ തെറ്റാണെന്ന് പറയാവുന്ന ഒന്നുമില്ല. ISM സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി, അതിനാഹ്വാനം ചെയ്തു. ISM മരം വെച്ചു പിടിപ്പിക്കുക, മരം നടുക, വളർത്തുക, അതിനാഹ്വാനം ചെയ്തു. ചെയ്യാൻ പ്രേരിപ്പിച്ചു, ചെയ്യാൻ പറഞ്ഞു എന്നല്ലാതെ ചെയ്തില്ല എന്നത് ഒരാരോപണമായി പിരിച്ചുവിടാൻ തയ്യാറായവർ പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരനുഭവം ഒരുപക്ഷെ ISMന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് സ്വഭാവഹത്യയുടെ, തേജോവധത്തിന്റെ കുൽസിതമായ മാർഗങ്ങൾ ഇത്ര വൃത്തികെട്ട രൂപത്തിൽ ഒരു മതസംഘടനയുടെ നേതൃത്വം തരം താണാൽ അതിത്രത്തോളമാകുമെന്ന് നമ്മളാരും ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. വളരെ വൃത്തികെട്ട രീതിയിൽ, അത്യന്തം ജുഗുപ്സാവഹമായ രീതിയിൽ, ഭാഷയിൽ വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത വിധം വൃത്തികെട്ട പ്രചരണ കുതന്ത്രങ്ങളും സൂത്രങ്ങളും നടത്തിയിട്ട് നാടുനീള പ്രചരണം നടത്തുകയാണ്. ISMO അതിന് നേതൃത്വം നൽകുന്ന മുതിർന്നവരുടെയും പണ്ഡിതന്മാരുടെയും നിരയോ ഒരിക്കലും അമാന്യമായ ഒരു പ്രചരണായുധവും സ്വീകരിച്ചിട്ടില്ല. തികച്ചും മാന്യമായ, സഭ്യമായ പ്രവർത്തന ശൈലിയാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുതിർന്നവരും പണ്ഡിതന്മാരും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന വിദ്യാർത്ഥികളും വനിതകളും ഒക്കെ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. പല സംഘടനകളും പിളർന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. മതസംഘടനകൾ തന്നെ ഇതിനു മുമ്പ് പിളർന്നിട്ടുണ്ട്. പക്ഷെ മാന്യമായൊരു പിളർപ്പ്, ആ പിളർപ്പിനെ തുടർന്നുണ്ടാവേണ്ട മാന്യമായ സമീപനങ്ങളും പ്രവർത്തനങ്ങളും ഇത് ഈ കാലം വരെ ISM ക്ഷമിക്കുകയും സഹിക്കുകയുമായിരുന്നു. ഈ ബഹുജന സംഗമം മാന്യമായ നിലപാട് തറയിൽ നിന്നുകൊണ്ട് തന്നെ ISMനും മുജാഹിദ് പ്രസ്ഥാനത്തിനും അതിന്റെ നേതാക്കൾക്കും സ്ഥാപനങ്ങൾക്കും എതിരായ കയ്യേറ്റ ശ്രമങ്ങളെ ഇനി വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയില്ല എന്ന് പറയാൻ കൂടിയുള്ള ഒരു അവസരമായി ISM കാണുകയാണ്, ഉപയോഗപ്പെടുത്തുകയാണ്. മാന്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ കയ്യേറ്റ ശ്രമങ്ങളെ ചെറുക്കുമെന്നും ആവശ്യമായ അനിവാര്യമായ മാർഗങ്ങളും ഉപാധികളും ഇതിനായി സ്വീകരിക്കുമെന്നും നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടി, ISMന്റെ പ്രവർത്തകന്മാരെയും മുജാഹിദുകളെയും ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഈ ബഹുജന സംഗമം ഇന്ന് ചില വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ നമ്മുടെ വിഷയത്തിന്റെ ചില വശങ്ങളിലേക്ക് വെളിച്ചം വീശുകയുണ്ടായി. മുസ്ലിങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള, കേരളത്തിലെ മുസ്ലിങ്ങളിലെ മാറ്റത്തിന്റെ, പരിവർത്തനത്തിന്റെ ഒരു ബുദ്ധി കേന്ദ്രമായി നിലനിന്നു പോന്നിട്ടുള്ള കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ആ പാരമ്പര്യം തുടർന്നും നിലനിർത്തണമെന്ന് ISM ആഗ്രഹിക്കുന്നു. ഓരോ കാലത്തും അതാത് കാലം ആവശ്യപ്പെടുന്ന ആവശ്യങ്ങളെ, ഇസ്ലാം മതത്തിന്റെ സ്ഥായിയായ മൂല്യങ്ങളെയും വളരുകയും വികസിക്കുകയും ചെയ്യുന്ന ലോകത്തിന്റെ ആവശ്യങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് മതപ്രബോധനം നടത്തുകയും സ്ഥാപനങ്ങൾ നടത്തുകയും പത്രപ്രസിദ്ധീകരണങ്ങൾ നടത്തുകയും ചെയ്ത മഹത്തായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം ബഹുമാനപ്പെട്ട AV അബ്ദുറഹ്മാൻ ഹാജിയും ഹുസൈൻ മടവൂർ സാഹിബും CP ഉമർ സുല്ലമിയും ഒക്കെ നേതൃത്വം നൽകുന്ന
മുജാഹിദ് പ്രസ്ഥാനം തുടർന്നു പോരണമെന്ന ഞങ്ങളുടെ തലമുറയുടെ വിനീതമായ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം കൂടിയാണ് ഞങ്ങളിവിടെ നിർവഹിക്കുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ അഭിപ്രായപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട നേതാക്കൾക്ക് ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഈ സംഗമത്തിൽ സമ്മാനദാനം നിർവഹിച്ച് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റ് AV അബ്ദുറഹിമാൻ ഹാജി സാഹിബാണ്. സമ്മാനദാനം നിർവഹിച്ച് പ്രസംഗിക്കാൻ വേണ്ടി ആദരണീയനായ AVയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.